കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കേസിൽ കെ ലതികയ്ക്കെതിരെ അന്വേഷണം. DGPക്ക് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് നടപടി. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ എന്ത് അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്? സ്മൃതി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഫിഖിൽ നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. DGPക്കാണ് പരാതി നൽകിയത്. ഇമെയിൽ വഴിയായിരുന്നു കഴിഞ്ഞ ദിവസം പരാതി അയച്ചത്. ആ പരാതി DGP പോലീസ് ആസ്ഥാനത്തെ സ്പെഷ്യൽ ടീമിന് കൈമാറിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കാനാണ് DGPയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സാധാരണ DGPക്ക് ഒരു പരാതി ഇമെയിൽ മുഖാന്തരം നൽകിയാൽ സ്വീകരിക്കുന്ന ഒരു സാധാ നടപടിക്രമം മാത്രമാണിത്. ഇനി അറിയേണ്ടത് ഈ സ്പെഷ്യൽ ടീം അന്വേഷിച്ച് ഇതിൽ FIR ഇട്ട് അന്വേഷിക്കണമെന്ന നിർദ്ദേശം നൽകി വടകര റൂറൽ പോലീസിന് കൈമാറുമോ എന്ന് കണ്ടറിയണം. കാരണം വടകര റൂറൽ SP-ക്കും കുറ്റ്യാടി പോലീസിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കൾ പലതവണ രേഖാമൂലം പരാതി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല ലോക്കൽ പോലീസ്. അതുകൊണ്ടാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും DGPക്ക് ഇമെയിൽ മുഖാന്തരം നൽകിയിരിക്കുന്ന പരാതി ഇപ്പോൾ തൊട്ട് താഴെയുള്ള സംവിധാനത്തിലേക്ക് DGP കൈമാറിയിരിക്കുന്നു. ഇനി അത് അന്വേഷിച്ച് FIR ഇട്ട്, ഇനി FIR ഇടുവാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് FIR ഇടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമികമായി അന്വേഷണം നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കെ ലതികയ്ക്കെതിരെ നേരത്തെ പരാതി വന്ന ഘട്ടത്തിൽ കോഴിക്കോട്ട് ഈ വിഷയത്തിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് പറഞ്ഞത് ലതികയല്ല ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്നുള്ള വാദമാണ് പറഞ്ഞത്. അപ്പോൾ കെ ലതികയ്ക്കെതിരെ തെളിവില്ല എന്നും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നത് തന്നെ കുറ്റമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന്മേലൊരു പരിശോധന അവിടെ നടന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ എന്താണ് പറയുന്നത്? സ്മൃതി, അതായത് ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് പ്രചരിപ്പിച്ചു എന്നൊരു ആരോപണമാണ് കെ ലതികയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ ഈ PK മുഹമ്മദ് ഖാസിമിന്റെ പേരിലാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത്. മുഹമ്മദ് ഖാസിമും UDF നേതാക്കളും പറഞ്ഞതാണ് ഇത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 50 ദിവസത്തോളം ഈ സ്ക്രീൻഷോട്ട് കെ ലതികയുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നു. കോടതിയിൽ നിന്ന് ഖാസിമിന് അനുകൂലമായി പോലീസ് റിപ്പോർട്ട് നൽകിയ ശേഷം മാത്രം, അത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കെ ലതിക ഫേസ്ബുക്കിൽ നിന്ന് ആ പോസ്റ്റ് പിൻവലിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം പോസ്റ്റ് ചെയ്തതാണ് എന്നൊരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്, അതായത് ഈ പോസ്റ്റ് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതുപോലെ തന്നെ കുറ്റകരമാണ് അത് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിൽ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ലോക്കൽ പോലീസ് തുടക്കത്തിൽ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഇത് വ്യാജ സ്ക്രീൻഷോട്ടാണെങ്കിൽ അത് നിർമ്മിച്ചവരാണ് കുറ്റം ചെയ്തിരിക്കുന്നത്, അവരെ കണ്ടെത്തട്ടെ എന്നാണ് ലോക്കൽ പോലീസ് പറഞ്ഞത്. പക്ഷേ അവരെ കണ്ടെത്താൻ പോലും ലോക്കൽ പോലീസിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം കൂടി രണ്ടാമതും ഫേസ്ബുക്കിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് വടകര റൂറൽ SP. ഈ ഫേസ്ബുക്കിന്റെ അഡ്മിന്മാരെ, അതായത് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന 2 പേജുകളുടെ അഡ്മിന്മാരുടെ വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫേസ്ബുക്കിന് ലെറ്റർ നൽകിയിരിക്കുന്നത്. അതിന്റെ അഡ്മിന്മാരുടെ വിവരങ്ങളും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന സ്ക്രീൻഷോട്ടാണ് കെ ലതിക ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വന്തം ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അമ്പാടിമുക്ക് സഖാക്കൾ പോലും ആ ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ആ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. പക്ഷേ കെ ലതിക ആ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല എന്നും കൂടെ ഈ ലീഗിന്റെ നേതാക്കൾ പറയുന്നു. അതുകൊണ്ടാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. മുഹമ്മദ് ഖാസിം തന്നെ അടുത്ത ദിവസം ഹൈക്കോടതിയിൽ കെ ലതികയ്ക്കെതിരെ ഹർജി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പോലീസ് കേസെടുക്കാത്ത നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. സ്മൃതി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കെ ലതികയ്ക്കെതിരെ ഒടുവിൽ അന്വേഷണമാണ്. കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കേസിൽ ലതികയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന യൂത്ത് കോൺഗ്രസ് DGPക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്.